ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റർ ഉണ്ടായിരുന്നു. അതായത് പശുക്കളുടെ കുത്തിവെച്ച ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ട് ചെയ്യാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അതായത് പശുക്കൾക്ക് ചെനയുണ്ടെന്നുള്ള ധാരണയിൽ വെയിറ്റ് ചെയ്യും, ലാസ്റ്റ് പ്രസവിക്കാതിരിക്കുകയും അതുപോലെ കർഷകർക്ക് ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ ഒരു നഷ്ടമാണ് നമ്മൾ ഈ ഡേറ്റ് നോട്ട് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന വേറൊരു നഷ്ടമാണ് നമ്മളിത് കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കറവ് നിർത്താത്തത്. പശുക്കളുടെ കറവ കൃത്യമായിട്ട് 7-ാം മാസം തന്നെ, 6 മാസത്തിൽ നിർത്തി അത്രയും നല്ലത്. പശുക്കൾക്ക് എത്രമാത്രം റെസ്റ്റ് കിട്ടുമോ അത്രയും നല്ലതാണ്. അപ്പം മിനിമം നമ്മൾ 7-ാം മാസത്തിലെങ്കിലും കറവ് നിർത്തണം. ഈ കറവ് നിർത്തണമെങ്കിൽ നമ്മൾ തന്നെ ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ചില കർഷകർ നമ്മളോട് പറയാറുണ്ട്, 8-ാം മാസമായി 8.5 മാസമായി കറവ് കുറക്കാൻ പറ്റുന്നില്ല, കച്ചു കൊടുത്തു, നമ്മൾ പുല്ല് കുറച്ചു കൊടുത്തു, എന്നിട്ടൊന്നും കറവ് കുറക്കാൻ പറ്റുന്നില്ല, പാല് കുറയുന്നില്ലെന്ന്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ 7-ാം മാസം അല്ല 6-ാം മാസം അല്ല പശുക്കളുടെ കറവ് പാല് കുറക്കാൻ വേണ്ടി നോക്കേണ്ടത്. അതൊരു 5-ാം മാസം മുതൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പാല് കുറച്ച് കൊണ്ടുവന്ന് കാലിത്തീറ്റയുടെ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് 7-ാം മാസം സുഖമായിട്ട് നമുക്ക് പാല് നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെ നിയന്ത്രിച്ചില്ലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല കറവ് കിട്ടുന്ന പശുക്കൾ അടുത്ത പ്രസവത്തിൽ ഉൽപാദനം കുറഞ്ഞു പോവുകയും നേരത്തെ കിട്ടിയതിൻ്റെ പകുതി പാലിലോട്ടാവുകയും ചെയ്യും. 8.5 മാസം 9 മാസം കറന്നുകൊണ്ടിരുന്നിട്ട് പ്രസവിച്ച പശുക്കളുടെ കേസ് വരെ നമുക്കറിയാം. അങ്ങനെയുള്ളപ്പം പാലിൻ്റെ അളവ് ശരിക്കും കുറഞ്ഞു പോകും, കർഷകർക്ക് ഭീമമായ നഷ്ടവും കാര്യങ്ങളും വരും. അത് കാരണം എല്ലാ കർഷകരും കൃത്യമായിട്ട് 7-ാം മാസം തന്നെ കറവ് നിർത്താനും 5-ാം മാസം മുതൽ തന്നെ കാലിത്തീറ്റയുടെ അളവ് കുറച്ചുകൊണ്ട് വരാനും എല്ലാം പ്രത്യേകം നമ്മൾ അത് നോട്ട് ചെയ്ത് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും. ഓക്കെ.